ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണേ. അതിനകത്തൊരു ഒരു ഒരു കുഞ്ഞു സെക്ഷനും കൂടെ എടുത്തിട്ട് നമുക്ക് പയ്യനെ ലോയിലോട്ട് കിടക്കാം. ഇതങ്ങനെ ചെറിയൊരു സബ്ജക്റ്റ് അല്ല, അല്ലെങ്കിൽ ചെറിയൊരു ടോപ്പിക് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. എല്ലാ ടേം ഓഫ് എക്സാമിനകത്തും തീർച്ചയായിട്ടും ഒരു ലോട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇറ്റ്സ് കോൾഡ് ലീസിങ്. ലീസിങ് നിങ്ങൾക്കറിയാം എന്താ ലീസ്? ഈ ലെസ്സറും ലെസ്സിയും തമ്മിലുണ്ടാക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് ലീസ്, അല്ലേ? ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതാണ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റും പഠിച്ചതാണ്. രണ്ട് ടൈപ്പ് ഓഫ് ലീസ് ഏതൊക്കെയാണ്? ഒന്നിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് ലീസ് എന്നും പിന്നെ ഒന്നിനെ നമ്മൾ ഫിനാൻഷ്യൽ ലീസ് എന്നൊക്കെ പറയും. ഇവിടെ ഈ ഒരു സബ്ജക്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ലീസിങ്ങിനെ കുറിച്ച് പറയുന്നത് രണ്ട് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ്. ലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കയറി വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ ഒരു 10 മിനിറ്റ് വീഡിയോ നല്ല പോലെ ശ്രദ്ധിച്ച് കേട്ടിരുന്നേ പറ്റൂ. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോണേ. മനസ്സിലായി? സോ ലീസിങ്ങിനകത്ത് ഡയറക്റ്റ് ആയിട്ട് സാധാരണ രീതിയിൽ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രോസ് ബോർഡർ ലീസ് എന്താണ്, അങ്ങനെ മേ ബി ചോദിക്കുവാണെങ്കിൽ അതായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ രണ്ട് ഡിസിഷൻ മേക്കിങ്ങിലെ ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് ചോദിക്കാൻ പതിവ്. രണ്ട് ഡിസിഷൻ മേക്കിംഗ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, the first one is called lease or buy decision എന്ന് പറയും. Lease or buy. And the second one is called minimum lease payment, MLP. ഇങ്ങനെ രണ്ട് ഡിസിഷൻസ് ആണ് നമ്മൾക്ക് എടുക്കേണ്ടത്. അതിന് ഏതൊക്കെയായിരുന്നു? ലീസിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി രണ്ട് ഡിസിഷൻസ്. ഒന്ന് ലീസ് ഓർ ബൈ ഡിസിഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് മിനിമം ലീസ് പേയ്മെൻറ്റ്. മിനിമം ലീസ് പേയ്മെൻറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. രണ്ടും എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ മാനേജറാണ്. കമ്പനിക്ക് 50 ലക്ഷം രൂപ മുടക്കി പ്രൊഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ മുടക്കി നിങ്ങൾക്ക് പുതിയൊരു മിഷനറി വാങ്ങിക്കണം. സോ നമ്മുടെ CEO നമ്മളോട് ചോദിക്കുകയാണ്, ഈ മിഷനറി നമുക്ക് ലീസിന് എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്? പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ മിഷനറി എന്ന് പറയുന്ന സാധനം നമ്മൾ ലീസിന് എടുക്കുന്നതാണോ നമുക്ക് നല്ലത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു. സോ അവിടെ ക്യാഷ് ഫ്ലോൻ്റെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ ക്യാഷ് ഫ്ലോൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കണം. അതായത് ഏറ്റവും കുറഞ്ഞ ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നത് ഏതാണോ, ഒരിക്കൽ കൂടെ, ഏറ്റവും കുറഞ്ഞ ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നത് ഏതാണോ അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായോ? നോക്കി, നമ്മൾ താൽക്കാലികമായിട്ട് മിനിമം ലീസ് പേയ്മെൻറ്റിനെ കുറിച്ചല്ല നമ്മൾ ഡിസ്കസ് ചെയ്യണേ. നമ്മൾ ഏതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണേ? ഈ പറയുന്ന പോലെ ലീസ് ഓർ ബൈ ഡിസിഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. പറയട്ടെ. സോ അണ്ടർ ലീസ് ഓർ ബൈ ഡിസിഷൻ നിങ്ങൾ ലെസ്സർ അല്ല, നിങ്ങൾ ലെസ്സിയാണ്. ആദ്യമേ തന്നെ പറയാം, നമ്മൾ ലെസ്സറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നിട്ടല്ല നമ്മൾ ചിന്തിക്കാൻ പോണേ. നമ്മൾ എന്താ ചിന്തിക്കാൻ പോണേ? നമ്മൾ ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് ചിന്തിക്കാൻ പോണേ. അതായത് പ്രോബ്ലത്തിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്മൾ ലെസ്സർ അല്ല, നമ്മൾ ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് ചിന്തിക്കണേ. നമ്പർ 1. നമ്പർ 2, നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയാവോ? ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത്. അതായത് ലീസിന് എടുക്കുമ്പോഴാണോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണോ ഏറ്റവും കുറഞ്ഞ ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നത് ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? ആൻഡ് ദ തേർഡ് വൺ, മൂന്നാമത്തെ പോയിന്റ്, ലീസ് റെന്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ലീസ് റെന്റ്, ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന റെന്റ്, ലീസ് റെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. സോ ആക്ച്വൽ ലീസ് എന്ന് പറയുന്നത്, ആക്ച്വൽ ലീസിന്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് അതിന്റെ ടാക്സിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ടാക്സിന്റെ ബെനിഫിറ്റ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. എല്ലാവർക്കും കൺഫ്യൂസ് ആവുന്നത് ഇങ്ങനെ ഒരു ടോപ്പിക്കിലാണ്. നമുക്കൊരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കാം. അതായത് ഇതൊരു P&L അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 ലക്ഷം രൂപ വന്നു. പ്രോഫിറ്റ് 1 lakh rupees ആണ് പ്രോഫിറ്റ്. നമ്മുടെ ടാക്സ് റേറ്റ് 50% ആണെങ്കിൽ നമ്മൾ ടാക്സ് എത്ര രൂപ കൊടുക്കണം? 50,000 rupees ടാക്സ് കൊടുക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ?
എങ്ങനെയായിരുന്നു? 1 ലക്ഷം രൂപയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്, 50% നമ്മുടെ ടാക്സ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 50,000 റുപ്പീസ് ടാക്സ് കൊടുത്തേ പറ്റൂ. ഇവിടെ നോക്കിയേ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു 50,000 രൂപ ലീസ് റെൻ്റായിട്ട് കൊടുക്കാൻ പോകണം. 50,000 രൂപ ലീസ് റെൻ്റായിട്ട് കൊടുക്കാൻ പോകണം. ദാറ്റ് മീൻസ് ഇവിടെ നമ്മുടെ P&Lനകത്ത് ലീസ് റെൻ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതാം? 50,000 എഴുതാം. അങ്ങനെ 50,000 രൂപ ലീസ് റെൻ്റ് എഴുതുന്ന നേരത്ത് പ്രോഫിറ്റ് 1 ലക്ഷം എന്നുള്ളത് മാറി 50,000 രൂപയാവും. ഞാൻ ആ ടാക്സ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് എന്താണെന്നാണ് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ലീസ് റെന്റിൽ 50,000 രൂപ കൊടുക്കുന്ന നേരത്ത് നമുക്ക് തീർച്ചയായിട്ടും പ്രോഫിറ്റ് 1 ലക്ഷം എന്നുള്ളത് മാറി 50,000 രൂപയാവും. പ്രോഫിറ്റ് 50,000 രൂപയായാൽ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് എത്ര രൂപയാവും? 25,000 രൂപയാവും. മനസ്സിലായോ? അതായത് 50,000 രൂപ നമ്മൾ ലീസ് റെന്റ് കൊടുക്കുന്നത് കൊണ്ട് 50,000 രൂപ നമ്മൾ ലീസ് റെന്റ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് 25,000 രൂപ ടാക്സിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റി. ദാറ്റ് മീൻസ് ആക്ച്വൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എത്ര മാത്രമായി? 25,000 രൂപ മാത്രമായി. ഇറ്റ്സ് കോൾഡ് ടാക്സ് ബെനിഫിറ്റ്. അത് എല്ലാ എക്സ്പെൻഡിച്ചറിനും അവൈലബിൾ ആണ്. ആദ്യമേ ഞാൻ പറയുന്നു, നമ്മൾ അക്കൗണ്ട്സ് അല്ല പഠിക്കണേ, അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റിംഗ് അല്ല പഠിക്കണേ, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് പഠിക്കണേ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് ആരും പ്രോഫിറ്റിന്റെ പുറകെയോ കോസ്റ്റിങ്ങിന്റെ പുറകെയോ അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ പുറകെ പോകാറില്ല. നമ്മുടെ ഫണ്ട് മാനേജ്മെന്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യണേ, നമ്മുടെ ക്യാഷ് മാനേജ്മെന്റ് ആണ് ചെയ്യണേ. അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ ക്യാഷ് ഫ്ലോന്റെ അടിസ്ഥാനത്തിലാണ്. സോ പ്രോബ്ലം ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് പറഞ്ഞേ. നമ്മൾ ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കണം. നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് ലീസിന് എടുക്കാം, അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. ഇവിടെ നമ്മൾ ലീസിനാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ലീസ് റെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്ഫ്ലോ. പക്ഷേ ഇവിടെ ആക്ച്വൽ ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ ലീസ് റെന്റിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മൈനസ് ചെയ്യാം. ആ ടാക്സ് അഡ്വാൻറ്റേജ് എന്താണെന്നാണ് പറഞ്ഞത്. എന്താ? ലീസ് റെന്റ് കൊടുക്കുന്തോറും പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറഞ്ഞാൽ അതിന് അനുസരിച്ച് ഏത് കുറയും? ടാക്സിന്റെ എലമെന്റ് കുറയും. മനസ്സിലായോ? അതിനനുസരിച്ച് ടാക്സിന്റെ എലമെന്റ് കുറയും. സോ ഇവിടെ ലീസ് റെന്റിന്റെ ആക്ച്വൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: ലീസ് റെന്റ് ഇൻറ്റു 1 - T എന്ന് എഴുതാം. മനസ്സിലായോ? ലീസ് റെന്റ് ഇൻറ്റു 1 - T. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 50,000 രൂപയായിരുന്നു ലീസ് റെന്റ്, 1 - 0.50. നമ്മുടെ ആക്ച്വൽ ലീസ് റെന്റ് എന്ന് പറയുന്നത് എത്രയായി? അല്ലെങ്കിൽ ആക്ച്വൽ ലീസ് പേയ്മെന്റ് എന്ന് പറയുന്നത് എത്രയായി? 25,000 രൂപയായി. പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒരിക്കൽ കൂടെ പറയാം, അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയണേ. അതായത് ലീസ് റെന്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ P&L അക്കൗണ്ടിനകത്ത് ചാർജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഫിറ്റിന്റെ എലമെന്റ് കുറയും. പ്രോഫിറ്റിന്റെ എലമെന്റ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് കുറയും. സോ നോക്കിയേ, ഇവിടെ ലീസ് റെന്റ് എന്ന് പറയുന്നത് ഒരു ഔട്ട്ഫ്ലോ ആണെങ്കിലും ടാക്സ് അടയ്ക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? മൈനസ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് എന്ന് തന്നെ പറയാം. ടാക്സ് കുറച്ചടച്ചാൽ മതി. സോ ആക്ച്വൽ ലീസ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഔട്ട്ഫ്ലോയിൽ നിന്ന് ഏത് അഡ്ജസ്റ്റ് ചെയ്യാം? ഈ ബെനിഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? ഇനി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു പ്രസന്റ് വാല്യൂ ഫാക്ടർ. അതായത് 5 വർഷത്തേക്കാണ് ലീസെങ്കിൽ 5 വർഷത്തെ പ്രസന്റ് വാല്യൂ ഫാക്ടർ ചെയ്താൽ 5 വർഷത്തെ എന്ത് കിട്ടും? 5 വർഷത്തെ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന പോലെ ആക്ച്വൽ ലീസിന്റെ ക്യാഷ് ഔട്ട്ഫ്ലോ കിട്ടും. പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, നമ്മളിപ്പോൾ ലീസിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. നമ്മൾ സെക്കൻഡ് ഓപ്ഷനിലോട്ട് കിടന്നിട്ടില്ല. സെക്കൻഡ് കുറച്ചും കൂടെ കൺഫ്യൂസിംഗ് ആണ്. സോ ലീസ് ഓർ ബൈ ഡിസിഷനകത്ത് ലീസ് റെന്റ് ആണ് നമ്മൾ സംസാരിച്ചത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് സംസാരിച്ചത്. ആ ഫസ്റ്റ് ഓപ്ഷൻസിനകത്താണ് നമ്മൾ പറഞ്ഞത് എന്താ? ലീസ് റെന്റിന്റെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലീസ് റെന്റ് ഇൻറ്റു 1 - T ടാക്സ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ടാക്സ് അഡ്വാൻറ്റേജ് ഇൻറ്റു പ്രസന്റ് വാല്യൂ ഫാക്ടർ. മനസ്സിലായോ? ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് കോൾഡ് ഓപ്ഷൻ ഓഫ് പർച്ചേസ്. പർച്ചേസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട സാധനം, നമ്മൾ പർച്ചേസിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ബോറോ ചെയ്യുകയാണ്. അതായത് പ്രോബ്ലത്തിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് ബോറോ ചെയ്യുന്നതായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. 50 ലക്ഷം രൂപയാണ് മിഷനറിയുടെ കോസ്റ്റ്.
അതിൻ്റെ അർത്ഥം 50 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടായിട്ട് കയ്യിൽ നിന്ന് മുടക്കി എന്നല്ല. ആ രീതിക്ക് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. SFMൻ്റെ മനസ്സിലായോ? 50 ലക്ഷം രൂപ അവിടുത്തെ കോൺസെപ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്. 50 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങിച്ചാൽ ഈ 50 ലക്ഷം രൂപ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു. നീ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് ഈ മിഷനറി വാങ്ങിച്ചത്, അല്ലെങ്കിൽ കടമെടുത്തിട്ടല്ല ഈ മിഷനറി വാങ്ങിച്ചത് എന്ന് പ്രോബ്ലത്തിനകത്ത് എടുത്ത് പറയാത്തിടത്തോളം കാലം ഇത് എങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം? ബോറോ ചെയ്യുന്നതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. വൺസ് അഗൈൻ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് എന്ത് ഈ പറയുന്ന മിഷനറി ബോറോ ചെയ്തിട്ടല്ല വാങ്ങിച്ചേ എന്ന് പറയാത്തിടത്തോളം കാലം ഈ മിഷനറി എന്ത് തന്നെ ആണെങ്കിലും ബോറോ ചെയ്തിട്ട് തന്നെ വാങ്ങിക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി അങ്ങനെ ബോറോ ചെയ്ത് വാങ്ങിക്കുന്ന നേരത്ത് ഇൻ കേസ് ഓഫ് ബോറോ നമ്മൾ ഓരോ ടേമിലും എന്ത് കൊടുക്കേണ്ടി വരും? ഇൻസ്റ്റാൾമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഇപ്പം 5 ലക്ഷം രൂപയ്ക്ക് ഒരു മിഷനറി വാങ്ങിച്ചു, നമ്മുടെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 1 ലക്ഷം രൂപ വെച്ച് 6 വർഷം കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. അതായത് ക്യാഷ് പ്രൈസ് 5 ലക്ഷം രൂപയായിരുന്നു, 5 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ 6 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് 1 ലക്ഷം രൂപ. സോ ഇവിടെ നോക്കി, ഓരോ വർഷവും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് 1 ലക്ഷം രൂപ വരും ഓരോ വർഷവും, അല്ലേ? ഒരു ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റാൾമെൻറ്റിന് 2 പാർട്ടാണ്. ഇൻസ്റ്റാൾമെൻറ്റിന് ഏതൊക്കെയാ? ഒന്ന് പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ടും പോവും, ആൻഡ് ദ സെക്കൻഡ് വൺ അതിൻ്റെ ഓരോ വർഷവും അതിൻ്റെ ഏതിലോട്ടും പോവും? ഇൻട്രസ്റ്റിലോട്ടും പോവും. ഞാൻ പറയുന്നത് മനസ്സിലാവണോ നിങ്ങൾക്ക്? അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ടും പോവും, ഓരോ വർഷവും പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ടും പോവും, പിന്നെ ഏതിലോട്ടും കൂടെ പോവും? അതിൻ്റെ ഇൻട്രസ്റ്റിലോട്ടും കൂടെ പോവും. മനസ്സിലായോ? സോ എമൗണ്ട് എത്രയാണോ റിക്വയർ ചെയ്യുന്നത് ആ റിക്വയർമെൻറ്റ് നമ്മൾ കടത്തിന് ബോറോ ചെയ്ത് വാങ്ങിക്കുന്നു. അങ്ങനെ ബോറോ ചെയ്ത് വാങ്ങിക്കുന്ന നേരത്ത് നമ്മൾ ഓരോ വർഷവും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കേണ്ടി വരും. ആ ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് ഏതൊക്കെ കയറി വരാം? പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കയറി വരാം. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, പക്ഷേ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതോ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ദാറ്റ് മീൻസ് നമ്മൾ എവിടെ പറഞ്ഞതുപോലെ തന്നെ, ലീസ് റെൻറ്റിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ബോറോ ചെയ്യുന്ന നേരത്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വരും. അതായത് നെറ്റ് പ്രോഫിറ്റ് 50,000 രൂപയായിരുന്നു, ടാക്സ് 50% ആയിരുന്നു, അതായത് 25,000 രൂപ നിങ്ങൾ ടാക്സ് കൊടുക്കണമായിരുന്നു. ഇങ്ങനെ വരുന്ന നേരത്താണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് 10,000 രൂപ പേ ചെയ്യണേ. ഇൻട്രസ്റ്റ് 10,000 രൂപ പേ ചെയ്താൽ ഇനി നെറ്റ് പ്രോഫിറ്റ് 50 ഇല്ല, 40 ഉള്ളൂ. ആയതുകൊണ്ട് ടാക്സ് 25 അടയ്ക്കേണ്ട, ടാക്സ് എത്ര അടച്ചാൽ മതി? 20,000 രൂപ അടച്ചാൽ മതി. ദാറ്റ് മീൻസ് 10,000 റുപ്പീസ് ഇൻട്രസ്റ്റ് പേ ചെയ്തത് കൊണ്ട് 5,000 റുപ്പീസിൻ്റെ ടാക്സിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായി. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ ആക്ച്വൽ എത്രയും ഔട്ട്ഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് ലീസ് റെൻറ്റിന് നമ്മൾ എന്താണോ ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് അതേ സാധനം തന്നെ എവിടെ നമുക്ക് കയറി വരും? ഇവിടെ നമുക്ക് കയറി വരും. മനസ്സിലായോ? സോ പർച്ചേസ് ചെയ്ത എമൗണ്ട് എത്രയാണോ അതിനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. ആ ഇൻസ്റ്റാൾമെൻറ്റിന് പ്രിൻസിപ്പളും ഉണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. ആ ഇൻട്രസ്റ്റ് എത്രയാണോ ആ ഇൻട്രസ്റ്റ് കൊടുത്തതിനെ ഈ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. ഇൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും? ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ടാക്സ് ബെനിഫിറ്റിനെ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? മൈനസ് ചെയ്തേ പറ്റൂ. അതായത് ലീസ് എടുക്കുന്ന നേരത്തെ ലീസ് റെൻറ്റിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏതിനും കൂടെ കിട്ടും? ഈ പറയുന്ന പർച്ചേസിനും കൂടെ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. മനസ്സിലായി? ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. ദ ലാസ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് പർച്ചേസ് നമുക്ക് ലീസിന് പോലെയല്ല, പർച്ചേസിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. മനസ്സിലായോ? പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ആ പ്രൊഡക്റ്റിന് ഏത് മിഷനറി ആണോ നമ്മൾ വാങ്ങിച്ചത് ആ പ്രൊഡക്റ്റിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഔട്ട്ഫ്ലോ ഒന്നും അല്ല, ആണോ? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഔട്ട്ഫ്ലോയേ അല്ല. പക്ഷേ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ട് അതാ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞത് FM ആണ്, FM-നകത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ശരിയാണോ? FM-നകത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ മാത്രമാണ് ഡിസ്കസ് ചെയ്യണേ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ക്യാഷ് ഔട്ട്ഫ്ലോയും ഉണ്ടാവില്ല. പക്ഷേ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാവും?
ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവൂലേ? നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ പറയാം. നെറ്റ് പ്രോഫിറ്റ് 1,00,000 രൂപ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 20,000 രൂപയും ഡിപ്രീസിയേഷൻ ആയിട്ട് ഒരു 10,000 രൂപയും ചാർജ് ചെയ്താൽ നോക്കിയേ, ടോട്ടൽ 30,000 റുപ്പീസ് നമ്മുടെ എക്സ്പെൻഡിച്ചറായി. 30,000ൻ്റെ 50% ടാക്സ് കുറയും. ദാറ്റ് മീൻസ് 15,000 റുപ്പീസിൻ്റെ ടാക്സ് കുറയും. മനസ്സിലായോ? സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, ടാക്സ് കുറയുന്നതിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ ഡിപ്രീസിയേഷൻ്റെയും ഇൻട്രസ്റ്റിനെയും ആഡ് ചെയ്ത് അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് ചെയ്യാം. മനസ്സിലായെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് ക്ലബ് ചെയ്ത് ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. സോ നോക്കിയോ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇൻ കേസ് ഓഫ് ലീസ് നമ്മൾ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ഓരോ ടേമിലും അടയ്ക്കേണ്ട ലീസ് റെൻ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ലീസ് റെൻറ്റിനെ ഇൻറ്റു 1 - T ചെയ്യുന്നു. 1 - T എന്ന് പറഞ്ഞാൽ എന്താ? ലീസ് റെൻറ്റ് ഇൻറ്റു 1 - T. ഹിയർ 1 - T മീൻസ് ആ ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ആ ടാക്സ് ബെനിഫിറ്റാണ്. സോ ആക്ച്വൽ ലീസ് റെൻറ്റിൽ നിന്ന് നമുക്കത് മൈനസ് ചെയ്യാം. മനസ്സിലായി? സോ ലീസ് റെൻറ്റ് ഇൻറ്റു 1 - T ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. അതെന്തിനാ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ചെയ്യണം? എന്തിനാ? ഓരോ വർഷം, ഇപ്പോൾ 5 വർഷത്തെ ലീസ് ആണെങ്കിൽ 5 വർഷത്തെ ഔട്ട്ഫ്ലോ ആണ് നമ്മൾ ചെക്ക് ചെയ്യണേ, അല്ലാതെ ഓരോ വർഷത്തെ ഔട്ട്ഫ്ലോ അല്ല. 5 വർഷത്തെ ഔട്ട്ഫ്ലോ ചെക്ക് ചെയ്യുന്ന നേരത്ത് ആ വാല്യൂവിനെ ഏതിലോട്ട് കൊണ്ടുവരേണ്ടി വരും? പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരേണ്ടി വരും. മനസ്സിലായോ? സോ ലീസ് ഇത്രേ ഉള്ളൂ. ഇനി ഇൻ കേസ് ഓഫ് പർച്ചേസ് നമ്മളിവിടെ നോക്കിയേ, ഫസ്റ്റ് കോളം നമ്മൾ ഇയറിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു. ആൻഡ് സെക്കൻഡ് കോളം ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് നോക്കുന്നു. ആ ഇൻസ്റ്റാൾമെൻറ്റിനെയാണ് നമ്മളിവിടെ റിയൽ ഔട്ട്ഫ്ലോ എന്ന് പറയണേ, അല്ലേ? നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമല്ല, ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കണേ. നേരത്തെ പറഞ്ഞതുപോലെ 6 വർഷം 1,00,000 രൂപ വെച്ചിട്ടാണ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണേ. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഓരോ ടേമിൻ്റെയും ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കൂടാതെ ഓരോ ടേമിൻ്റെയും ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അടുത്ത കോളത്തിനകത്ത് ഇൻട്രസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ഇൻറ്റു ടാക്സ് ബെനിഫിറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും എവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്? P&L അക്കൗണ്ടിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇൻറ്റു ടാക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ, നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണോ ആ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് നമ്മുടെ ടാക്സ് ബെനിഫിറ്റ് മൈനസ് ചെയ്യുന്നു. ഹിയർ ടാക്സ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിന് മാത്രമല്ല, ഇൻട്രസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷനും കയറി വരും. ആ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ടാക്സ് ബെനിഫിറ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നു. ലാസ്റ്റ് കോളം പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ചെയ്യുന്നു, ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്യുന്നു. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ 1, 2, 3 തവണ വീഡിയോ നല്ലപോലെ കാണുക, എന്നിട്ട് മനസ്സിലാക്കുക. നല്ല രീതിയിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. നമുക്കൊരു 1, 2 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ലീസ് നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ലീസിനകത്ത് നമ്മൾ പറഞ്ഞത് 2 ടൈപ്പാണ് നമുക്ക് പ്രോബ്ലം വരാറ്, ലീസ് ഓർ ബൈ ഡിസിഷൻ ആൻഡ് മിനിമം ലീസ് പേയ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ലീസ് ഓർ ബൈ ആണ് പറയണേ. അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് നമ്മളിപ്പോൾ ചിന്തിക്കണേ. തീരുമാനമെടുക്കുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെ അടിസ്ഥാനത്തിലാണ്. ലീസ് റെൻ്റൽ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഇനി പർച്ചേസ് ആയിട്ട് കയറി വരുന്ന നേരത്ത് നമ്മൾ ആക്ച്വൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. ആ ഇൻസ്റ്റാൾമെൻറ്റ്സിനകത്ത് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും വരും. ആ ഇൻട്രസ്റ്റിന് നമുക്ക് എന്ത് കിട്ടും? ടാക്സ് ബെനിഫിറ്റ് കിട്ടും. കൂടാതെ പർച്ചേസ് ചെയ്യുന്ന നേരത്ത് ഡിപ്രീസിയേഷനും ടാക്സ് ബെനിഫിറ്റ് കിട്ടും. പ്രോബ്ലം ചെയ്യുന്ന നേരത്ത്, കമ്പയർ ചെയ്യുന്ന നേരത്ത്, ലീസ് ചെയ്യുന്ന നേരത്ത് ലീസ് റെൻറ്റ് ഇൻറ്റു 1 - T ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. അടുത്തത് ഏതാ? പർച്ചേസ് ചെയ്യുന്ന നേരത്ത് ഇയർ, ഇൻസ്റ്റാൾമെൻറ്റ്, ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ. ഇവിടെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റാണ്. പക്ഷേ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു ടാക്സ് ബെനിഫിറ്റ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ ക്യാഷ് ഔട്ട്ഫ്ലോ വരും. എന്നിട്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
മനസ്സിലായെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഈ വീഡിയോ വേണ്ട, അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. 1-2 പ്രോബ്ലം ചെയ്യുമ്പം കാര്യങ്ങൾ അങ്ങ് ക്ലിയർ ആവും. ഓക്കെ, ബൈ.